ഒക്കെ ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിച്ച് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഹോണർ ചെയ്യുന്ന ഒന്നാവണം സ്കൂൾ. മെറിറ്റയിൽ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ നിലയിൽ കുട്ടികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കിടക്കുന്നതാണ്. കാരണം നമ്മുടെ അതിഥി വളരെ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ്. നമ്മളൊക്കെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ എല്ലാ ദിവസവും കുറേ മണിക്കൂർ കണക്കിന് അദ്ദേഹത്തെ അജിംസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ കൃത്യമായി സൗഹൃദത്തിൽ ക്ഷണിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. ചെന്ന് വരാൻ പറ്റിയില്ല. ഉടനെ ഞാൻ ചോദിച്ചു, ഒരു മെറിറ്റ് ഉണ്ട്, വരാൻ പറ്റുമോ? അപ്പം എന്നോട് തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഉചിതമായ ഡേറ്റ് കിട്ടി. 30-ാം തീയതിയാണ് സമയത്തിലെത്തി. നമ്മുടെ കുട്ടികൾക്ക് വ്യത്യസ്ത മേഖല ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പി എസ് സി ചെയർമാനും വഖഫ് ബോർഡ് ചെയർമാനുമായിരുന്ന ഡോക്ടർ സക്കീറാണ് പറഞ്ഞത്. അപ്പോൾ മീഡിയ വ്യത്യസ്ത ആളുകൾ സ്കൂൾ വരികയും നമ്മുടെ മക്കൾക്ക് അവരെ കാണുകയും ഇൻസ്പയർ ചെയ്യണം, അവരാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളോട്, സദസ്സിനോട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇന്ന് നിങ്ങളുടെ സെലിബ്രേഷൻ, അച്ചീവ്മെൻ്റ് നിങ്ങൾ ആഘോഷിക്കുക. സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് വേണമെങ്കിൽ ഒരു വൃക്ഷത്തോട്, ഒരു മരത്തോട് ഉപമിക്കാം. മരത്തിന് നമ്മൾ കാണുന്ന അതിൻ്റെ കാണ്ഡം, അതിൻ്റെ സ്റ്റെം, മുകളിൽ കാണുന്ന ഭാഗം, അതിൻ്റെ ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത്രക്ക് തന്നെ അതിൻ്റെ ആഴത്തിൽ മരം വേരുണ്ട്. നിങ്ങൾ സയൻസ് പഠിച്ച ഫോട്ടോട്രോഫിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പ്രകാശത്തോട് ചെടികൾ പ്രതികരിക്കുന്ന രീതിയാണ് ഫോട്ടോട്രോഫിസം. അതേപോലെ തന്നെ ഗ്രാവിട്രോഫിസം എന്ന് പറയുന്ന സാധനം കൂടി ചെടികൾക്കുണ്ട്. ഗ്രാവിട്രോഫിസം എന്ന് പറഞ്ഞാൽ വേര് അതിൻ്റെ അടിയിൽ വളരുന്നതാണ്. രാത്രികളിൽ ആരും കാണാതെ നിങ്ങൾ ഹാർഡ് വർക്ക് എടുത്തും, അതാണ് ഗ്രാവിട്രോഫിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഫോട്ടോട്രോഫിസം, എല്ലാവരും കാണിച്ച് നിങ്ങൾ ഇതാ വിജയം ആഘോഷിക്കുന്നു. കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഏത് സക്സസിന്റെ പിന്നിലും ഒരു ഇരുട്ടിൽ ആരും കാണാതെ ഒരു കഠിനാധ്വാനമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, ഇന്ന് വേൾഡ് സോഷ്യൽ മീഡിയ, ജൂൺ 30 വേൾഡ് സോഷ്യൽ മീഡിയയിൽ ആണ്. നമ്മുടെ ജീവിതം ഏറെക്കുറെ സോഷ്യൽ മീഡിയയുടെ അകത്ത് ജീവിക്കുന്നവരാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 2.5 മണിക്കൂർ ലോകത്ത് ഉള്ള 500 ചില്ലാനം കോടി ആളുകളും ആവറേജ് 2.5 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഡെയിലി യൂസ് ഒക്കെ അനാലിസിസ് ചെയ്താൽ 5-6 മണിക്കൂർ യൂസ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതിപ്രസരമല്ല ശരിക്കും ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ 90+ മേടിച്ച കുട്ടികളെ അജിംസും ചെയർമാനൊക്കെ ആദരിക്കുമ്പോൾ ആ കുട്ടികളെ പറ്റി എനിക്ക് പറയാൻ പറ്റും, അവർ ഗ്രാവിട്രോഫിസം എന്ന് പറയുന്ന പ്രതിഭാസം കടന്നുപോയവരാണ്. ആരും കാണാതെ വേരിന്റെ അടിയിൽ അവരത്രയും വളർന്നിട്ടുണ്ട്. പിന്നീടാണ് ഇപ്പോൾ കാണുന്ന മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആരും കാണാതെ